ഇതാ അപ്പം ഇന്ന് ഞാൻ 16 പുട്ട് കഴിക്കാൻ പോവുകയാണ്. അതാ കണ്ടോ, നിരത്തി വെച്ചിരിക്കുക. ചിക്കൻ കറി റെഡി ആവണേ ഉള്ളൂ, റെഡി ആയിട്ട് വേണം. ഇന്ന് ഇത് മൊത്തം കഴിച്ചിട്ടേ പോകണുള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ബാക്കിലൊരു ബോർഡ് കാണുന്നുണ്ട് അല്ലേ, 50 രൂപയ്ക്ക് പഴങ്കഞ്ഞി. അത് നമ്മൾ സിറ്റിയിലും എല്ലായിടത്തും നമ്മൾ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു മിനിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ 70 ആയിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിലേക്കായിരുന്നു. പക്ഷേ ആ പറയുന്ന എല്ലാ വിഭവങ്ങളും കൂടി ചേർത്തിട്ട് 50 രൂപയ്ക്ക് പഴങ്കഞ്ഞി കിട്ടും. മാത്രമല്ല ഇവിടെ എനിക്ക് അതിനേക്കാളും അതിശയം തോന്നിയൊരു സംഗതി, പച്ച കപ്പ കൊണ്ടുള്ള പുട്ട്. അത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പുട്ടും ചിക്കനും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ കുളത്തിൽ നിന്ന് ഫ്രഷായിട്ട് മീനെ പിടിച്ച് നമുക്ക് മീൻ വറുത്ത് കഴിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലം, ഒരുപാട് വെറൈറ്റി ഭക്ഷണം കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുക തച്ചൻകോട് എന്നാണ് പറയുന്നത്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കാരക്കോണം കുന്നത്തുകാലിനും ചാവടിക്കും ഇടയിൽ. അപ്പോൾ അങ്ങനെ സിറ്റി എന്ന് പറയാനല്ല, കുറച്ച് ഉൾപ്രദേശമാണ്. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി ഭക്ഷണം കിട്ടും. സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നാൽ പോലും ഒരു നഷ്ടവും. ഞങ്ങളവിടെ കുക്കിങ്ങൊക്കെ തുടങ്ങി എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി കഴിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ രാവിലെ മുതൽ ആ പ്രോസസ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ജ്യോതിഷ് കുമാർ എന്നാണ് ചേട്ടൻ്റെ പേര്, കലച്ചേച്ചി. അവരുടെ ഒരു വീട് തന്നെയാണ് ജ്യോതി ഹോംലി ഫുഡ് എന്നാണ്. പിന്നെ ഞാൻ ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് എത്ര പുട്ടാണെങ്കിലും അവരുണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു ചെറിയ സംരംഭമാണ് അത്. ഇനി വളർന്ന് വലുതാവട്ടെ. നമുക്ക് അതിന് പോയി നോക്കാം. ബാ, ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക കേട്ടോ കുളത്തിലേക്ക്. ഇതാ സൈഡിൽ കൂടി ഒരു തോടൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ കുളം. നമ്മളെല്ലാവരും കൂടെ മീൻ പിടിക്കാൻ വന്ന് നിൽക്കുക. പക്ഷേ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കണോണ്ട് മീനെ കിട്ടാൻ പാടാണ്. ഇന്നലത്തെ 2-3 ദിവസത്തെ മഴയത്ത് ഇതാ മരം മറിഞ്ഞ് വീണതാണ് കിടക്കുന്നത്. ഇതാ കണ്ട, നമ്മളവിടെ സിലോപ്പി എന്ന് പറയും, ഇവിടെ എന്താ തിലോപ്പിയ. കണ്ടോ, ജീവനുള്ള മീൻ. ഇതിപ്പോൾ നമ്മൾ ആ കപ്പ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിൻ്റെ കട്ട് കളയാൻ വേണ്ടി പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇത് ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇനി പുട്ടുണ്ടാക്കുക. ഇടിയപ്പത്തിൻ്റെ പാത്രം പോലെ അല്ലേ. ഇതിപ്പോൾ ഇതാ കപ്പ നമ്മൾ ചിരണ്ടി എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ കട്ടൊക്കെ കളയാൻ വേണ്ടി പിഴിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ഉപ്പും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പുട്ടുകുറ്റിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കും. ചേട്ടാ 50 രൂപയ്ക്കാണ് പഴങ്കഞ്ഞി കൊടുക്കണം അല്ലേ? എല്ലായിടത്തും 70-ഉം 100-ന് പുറത്തും ഒക്കെ ഉണ്ട്. അപ്പൊ ചേട്ടന് ഇത് മുതലാവുന്നുണ്ടോ? സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നഷ്ടമില്ല. നമുക്ക് വേറെ ജോലിക്കാരും ഇല്ല, ഞാനും എൻ്റെ ഭാര്യയും തന്നെ ചെയ്യുന്നത്. നല്ല ക്വാണ്ടിറ്റിയിലാണ് കൊടുക്കുന്നല്ലേ, വലിയൊരു പാത്രത്തിൽ. അല്ല, അവര് ഇഷ്ടം പോലെ എത്ര ഞാൻ ഇപ്പോൾ ആദ്യം കൊടുക്കും. ചിലവരത് മതിയാവും, അടുത്ത് എത്ര വേണോ കൊടുക്കും. അതിനൊന്നും എക്സ്ട്രാ പൈസ ഒന്നും ഇല്ല. രണ്ടാമത് വേണമെന്നുള്ളവർക്കും കൊടുക്കും. എത്ര മണിയാവുമ്പോൾ ഇവിടെ കഞ്ഞിയാവും? ഇവിടെ 9 മണിക്ക് റെഡിയാവും. പിന്നെ എത്ര മണി വരെ തീരുന്നവരെ കൊടുക്കും. എന്നാലും ഏകദേശം എത്ര മണി വരെ? ചിലപ്പോൾ 5 മണി 6 മണി വരെ, വൈകുന്നേരം വരെ കാണും. പിന്നെ ഉള്ളത് കപ്പ പുട്ടാണ്. ചേട്ടന്റെ കണ്ടുകൊടുത്താണ്. ഞാൻ ഇങ്ങനത്തെ പുട്ട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അതെങ്ങനെയാ അതൊക്കെ പഠിച്ച് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ എങ്ങനെയാ വന്നത്? അങ്ങനെ തോന്നി. അപ്പൊ നമ്മൾ പുട്ട്, ഉണക്കപ്പുട്ട് നമ്മളൊക്കെ പണ്ട് കഴിച്ചിട്ടുണ്ട്. പച്ചമരിച്ചിനി ഇലയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു ചീനിക്കിഴങ്ങളൊക്കെ നേരത്തെ ഞാൻ പരീക്ഷിച്ചു നോക്കി. അപ്പോൾ പിന്നെ മരിച്ചിനിയിലും പരീക്ഷിക്കും. അങ്ങനെയാണ് നോക്കിയത്. വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ചെയ്തു കൊടുക്കും. അത് നേരത്തെ പറയണം. പിന്നെ ഇവിടെ ഉള്ളത് മീനുകളാണ്. അതെ, നമുക്ക് വളർത്തു മീനുണ്ട്. അതെ, അത് സ്പെഷ്യലാണ്. പൊരിച്ചു കൊടുക്കുന്ന മീനിന് സ്പെഷ്യലായിട്ട് നമ്മൾ പൈസ കൂടെ വരുന്നത്. അതെ. അപ്പൊ ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ചേട്ടൻ പിടിച്ചു വെച്ചിരിക്കും മീനുകളൊക്കെ. ഞാൻ പൊരിച്ചിരിക്കും. ഒരു മീനിന്റെ സൈസ് കണ്ടതുള്ള റേറ്റ് പറയും. അതും നേരത്തെ വിളിച്ച് പറയാമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കും. അപ്പൊ എന്തായാലും സന്തോഷം. ഞായറാഴ്ച ദിവസം ഉണ്ടോ കട? ഞായറാഴ്ച ഇല്ല. ഈ കപ്പപ്പുട്ടും ചിക്കനും കൂടി എത്ര പൈസക്കാ കൊടുക്കുക? ഇതിപ്പോൾ ഞങ്ങൾ ഒരു കുറ്റി പുട്ട് 50 രൂപയാണ് ഈടാക്കുന്നത്. പിന്നെ ചിക്കൻ നമുക്ക് 100 രൂപയാണ് അര പ്ലേറ്റ് ചിക്കൻ. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് 150 രൂപയ്ക്കാണ്. പഴങ്കഞ്ഞിയാണെങ്കിൽ 50 രൂപയ്ക്ക്. അതെ. അപ്പോൾ ഇതാ പഴങ്കഞ്ഞി വന്നു. ഇത്രയൊന്നല്ല കേട്ടോ, ഈ പാത്രം നിറച്ചിട്ട് തരും. പിന്നെ ഇനി രണ്ടാമത് ചോദിച്ചാൽ അതും തരും. എനിക്ക് എത്ര കൊടുത്താൽ ഇത് കളയേണ്ടി വരും. പിന്നെ ഇതാ ഇതിനകത്ത് തൈര്, ഇങ്ങനൊരു കുടം, നല്ല രസമുണ്ടല്ലേ. ഇതായാലും ഇവർക്ക് ഇവിടെ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പശുവിൻ്റെ പാൽ ഒഴിക്കണതാണ്, മേടിക്കുന്നൊന്നല്ല. പിന്നെ രസമുണ്ട്, അച്ചാറുണ്ട്. ഇത് ഉണക്കമീനാണ്, ഉണക്കമീൻ വറുത്തത്. പിന്നെ ഈ മുളക്. ഇനി വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി എരിവാണെന്നുള്ളവർക്കാണ് ഇത് കാന്താരി മുളകുണ്ട്. പിന്നെ ഇതാ ഉള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യക്കാർക്ക് ഇതൊക്കെ എടുത്തിടാം. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടുള്ളതാണ് 50 രൂപയുടെ പഴങ്കഞ്ഞി.
അപ്പോൾ ആദ്യം ഒന്നുകൂടി പറയാം, ഈ നിറച്ച് പഴങ്കഞ്ഞിയാണ്. ഇനി ഇത് സ്പെഷ്യലാണ്. ഇത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ മീനെ പോയി കുളത്തിന്നതാ വലയിട്ട് പിടിച്ച മീൻ കണ്ട വറുത്തിപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിത് തൈര് കുറച്ച് ഒഴിക്കാം. ഇനി രസം ഒഴിക്കുക. ശരിക്കും പഴങ്കഞ്ഞിൽ കുറേ വെള്ളം ഉണ്ടാവില്ലേ, ഇതിൽ പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ചേട്ടൻ ചോറാക്കിയിട്ടാണ് തരുന്നത്. അപ്പം പക്ഷേ ഈ തൈരും ഈ രസവും കൂടി ചേരുമ്പോൾ തന്നെ അതിനുള്ള വെള്ളമായി ആവശ്യത്തിന്. കണ്ട ഉപ്പ് ഞാൻ ഇട്ടു, ആദ്യമേ ഉപ്പിട്ട് വെച്ച്. ഇനി കുറച്ച് അച്ചാർ വേണ്ടേ, മാങ്ങ അച്ചാറാണിതാ. അച്ചാറ് എനിക്ക് പിന്നെ ഈ മുളക് എനിക്ക് അത്ര വേണ്ട, എന്നാലും ഒരു ഭംഗിക്ക് കുറച്ചിടാം. കാന്താരി എനിക്ക് വേണ്ട. കൊള്ളാം. ശരിക്കും ഇത് ഇപ്പോഴല്ല കുടിക്കേണ്ടത്, ഇന്നിപ്പോൾ മഴ പെയ്യണേ, നല്ല ചൂട് സമയത്തൊക്കെ. അതായത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മളൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു ഉച്ച സമയത്ത് വന്നിട്ട് ഇത് ഒരെണ്ണം കുടിക്കണം, ഗംഭീരമായിരിക്കും. ഇപ്പോൾ എൻ്റെ ആ ഒരു വൈബ് കിട്ടുന്നില്ല, കാരണം മഴ ഇങ്ങനെ പുറത്ത് നല്ല പെയ്യുന്ന, അതുകൊണ്ട് നമുക്കതങ്ങ് മനസ്സിലാവുന്നില്ല. സൂപ്പറാട്ടോ. 50 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടവുമില്ല, വയറ് നിറച്ച് ആഹാരം കഴിക്കാം. മാത്രമല്ല ഈ പറയണ മറ്റ് കെമിക്കൽസോ ഒന്നും ചേരുന്ന ഭക്ഷണമല്ലല്ലോ. ഇത് ഉണക്കമീനാണ്. ഇതാ നമ്മളെ വറുത്ത് വെച്ച മീൻ കണ്ട, വട്ടയിലയിലൊക്കെ വറുത്ത് വെച്ചിരിക്കുക. നമ്മൾ തന്നെ നടന്ന് പോയി കുളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീൻ. ഇങ്ങനെ ഫ്രഷ് മീൻ അവിടെ കിട്ടും. നമ്മൾ കടമക്കുടി പോയപ്പോൾ അന്ന് കായലിൽ നിന്ന് പിടിച്ചിട്ട് കണ്ടില്ലേ മീൻ കഴിക്കണം, ഇതിപ്പോൾ അതുപോലെയാണ്, ഫാം ഫ്രഷ്. അതിന് മസാലയൊക്കെ കൊള്ളാം കേട്ടോ, എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ദേ ഇതാണ് 50 രൂപയുടെ പുട്ടും 100 രൂപേൻ്റെ ചിക്കൻ പെരട്ടും. കണ്ട നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പുട്ടും പെരട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പുട്ട് ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. പുട്ട് കഴിച്ചിട്ടുണ്ട്, കപ്പപ്പുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കപ്പ ഉണക്കി പൊടിച്ചിട്ടൊക്കെ ചെയ്യൂലേ, അത് പൊടി പോലെ തന്നെ ഇരിക്കും, അത് ഞാനും കഴിച്ചിട്ടുണ്ട്, വാട്ടുകപ്പയൊക്കെ പൊടിച്ചിട്ടെടുക്കണേ. അല്ലാണ്ട് ഇത് കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് പച്ചക്കപ്പ പുട്ട്. പക്ഷേ കപ്പയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, കപ്പയുടെ ഒരു സ്വാദേ അല്ല. നമ്മുടെ ഈ മില്ലറ്റൊക്കെ വെച്ചുണ്ടാക്കൂലേ, അപ്പോൾ അതുപോലെ റാഗി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കണ പോലെ അങ്ങനെ തോന്നണുള്ളൂ. ചിക്കൻ പെരട്ടായാലും സൂപ്പറാണ്. നമ്മളിവിടെ വന്നപ്പോൾ പെട്ടെന്നാണ് ചേട്ടൻ ഉണ്ടാക്കി തന്നത്, പക്ഷെ അതിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നേരത്തെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാക്കിയത്, ഇപ്പം എപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നാൽ കിട്ടണമെന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ കഴിക്കാൻ വേണ്ടി ഇന്ന് ബാബുച്ചേട്ടനുണ്ട്. ചേട്ടാ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം? മറ്റേ പുട്ട് കഴിച്ചിട്ടുണ്ടോ അല്ലേ, ഉണക്കിയതൊക്കെ? ഇത് ആദ്യമായിട്ടല്ലേ? കഴിച്ചു നോക്കിയിട്ട് പറ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതങ്ങനെ വലിയൊരു ഹോട്ടൽ സംവിധാനങ്ങളൊന്നുമല്ല, അതുകൊണ്ട് മുൻകൂട്ടി ഇങ്ങനെ ഒരുപാട് ബൾക്കൊന്നും ഉണ്ടാക്കി വെക്കാനൊന്നും പറ്റില്ലല്ലോ, അത് വേസ്റ്റായിപ്പോവും. അപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ അതിനനുസരിച്ച് ചേട്ടൻ ചെയ്യും. അതിപ്പോൾ മീനിൻ്റെ കാര്യമായാലും പുട്ടിൻ്റെ കാര്യമായാലും എല്ലാം അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. സൂപ്പറല്ലേ? ഇത് ശരിക്കും ഉണ്ടല്ലോ, നമ്മളോട് പറയാതെ നമുക്ക് ഇത് തന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല ഇത് കപ്പയാണ്. അത്രയ്ക്ക് ഒരു വേറൊരു സ്വാദാണ്. കാരണം ഇത് മൊത്തം ഇങ്ങനെ പിഴിഞ്ഞ് ഒക്കെ കളഞ്ഞെടുത്തതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു കപ്പയുടെ ഒരു ഒട്ടലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പുട്ടും 50 രൂപയ്ക്ക് നല്ല സൂപ്പർ പഴങ്കഞ്ഞിയും ഒക്കെ ആയിട്ട്, ഇതൊന്നും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ ജ്യോതിഷ് ചേട്ടൻ്റെ ഹോംലി ഫുഡ് പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ ഭക്ഷണമാണ്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. തച്ചങ്കോട് എന്നാണ് ഈ സ്ഥലത്തിന് പറയാം. വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് വിളിച്ച് നോക്കിയേക്കണം. കാരണം ഇവിടെ ചേട്ടനൊരു ഒറ്റയാൾ പോരാട്ടമാണ് കേട്ടോ, എല്ലാം ചേട്ടൻ തന്നെയാണ്. മീൻ പിടിക്കാൻ പോകണമെങ്കിലും അത് വറുക്കണമെങ്കിലും ചിക്കൻ, ഈ കപ്പയുടെ പണിയൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നല്ലൊരു പണിയാണ്. അപ്പോൾ അതൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് അല്ലെങ്കിൽ തലേന്നൊന്ന് വിളിച്ച് പറഞ്ഞേക്കണം, കുറച്ച് അധികമൊക്കെയാണ് ഉള്ളത് വേണ്ടെങ്കിലൊക്കെ.
അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ രുചിവിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.